വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ലത്രേ. അതുകൊണ്ട് അധിക സഹായമില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വക കത്ത്. ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറാൻ കേരള ജനത ചെയ്ത തെറ്റെന്ത്? ദുരന്ത തീമഴയിൽ പൊള്ളിയടർന്നു നിൽക്കുന്ന ജനതയോടാണോ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു വയനാട്ടിലുണ്ടായത്. പെരുമഴയിൽ മലകൾ അപ്പാടെ കുത്തിയൊലിച്ചപ്പോൾ നിശേഷം ഒഴുകിപ്പോയത് 2 ഗ്രാമങ്ങൾ. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 403 പേരുടെ മരണം. 47 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഗുരുതരമായ പരുക്കുപറ്റിയത് 378 പേർക്ക്. തകർന്നടിഞ്ഞത് 2000 വീടുകൾ. സ്റ്റേറ്റ് ഹൈവേ അടക്കം 15 കിലോമീറ്ററിലധികം റോഡും 3 പാലങ്ങളും ഒലിച്ചുപോയി. തകർന്ന സ്കൂളുകളും കമ്പോളവും ആരാധനാലയങ്ങളും വേറെ. ഈ ദുരന്തബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക സഹായമില്ല. കേന്ദ്ര സഹമന്ത്രി നീട്ടിപ്പിടിച്ചെഴുതിയ കത്തിൽ 2 തവണയായി നൽകിയ 290 കോടിയുടെ കഥ പറയുന്നുണ്ട്. അതിൽ പകുതി ജൂലൈ അവസാനം തന്നത് വയനാട് ദുരന്തമുണ്ടാകുന്നതിന് മുൻപ്, അടുത്ത പകുതി ഒക്ടോബർ 1 സംസ്ഥാനത്തിന് സാധാരണയായി കിട്ടേണ്ട വിഹിതം. അത് തരാനാണെങ്കിൽ പിന്നെ ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രിയും സംഘവും വന്ന് നാടകം കളിച്ചതെന്തിന്? വിശദമായ മെമ്മോറാണ്ടം നൽകിയാൽ അധിക പണം അനുവദിക്കാമെന്ന് വാഗ്ദാനം നൽകിയത് എന്തിന്? കേന്ദ്ര സംഘത്തിന്റെ വിശദമായ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ ഉടൻ സഹായം പ്രഖ്യാപിക്കുമെന്ന് ആശിപ്പിച്ചതെന്തിന്? ഒരു മറുപടിയുമില്ല BJPക്ക്. പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചതും കളക്ടറേറ്റിൽ യോഗത്തിൽ പങ്കെടുത്തതും സംസ്ഥാനം ആവശ്യപ്പെടാതെ മിനിസ്ട്രിയൽ ടീമിനെ സജ്ജമാക്കിയതുമൊക്കെയാണ് വലിയ കാര്യമായി കേന്ദ്രമന്ത്രി കത്തിലെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് നേട്ടം? ലളിതമായ ആ ചോദ്യത്തിനാണല്ലോ മറുപടി വേണ്ടത്. ഈ സന്ദർശനമൊക്കെ കഴിഞ്ഞാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 5858 കോടിയുടെ ദുരിതാശ്വാസ ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ചത്. ഏറ്റവും കൂടുതൽ കിട്ടിയത് മഹാരാഷ്ട്രയ്ക്ക് 1492 കോടി, ആന്ധ്രാപ്രദേശിന് 1036 കോടി, ആസാമിന് 716 കോടി, ബീഹാറിന് 655 കോടി, ഗുജറാത്തിന് 600 കോടി, ഹിമാചൽ പ്രദേശിന് 190 കോടി. ഏറ്റവും വലിയ ദുരന്തത്തിനിരയായ കേരളത്തിന് സാധാരണ ലഭിക്കേണ്ട വിഹിതം മാത്രം. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത്രയും വലിയ ദുരന്തത്തിന് ഇരയായ ജനതയോട് ഒരു സഹാനുഭൂതിയും തോന്നാത്തത് വിചിത്രമല്ലേ? മറ്റു സംസ്ഥാനങ്ങളിലെ മരണക്കണക്കുകളുമായി താരതമ്യം ചെയ്ത് സഹായത്തിന്റെ കണക്ക് പറയുന്നില്ല. എല്ലാ മനുഷ്യരുടെയും ജീവൻ ഒരുപോലെ തന്നെയാണ്. പക്ഷെ കേരളം അനുഭവിച്ചത് അസാധാരണമായ ദുരന്തമാണ്. കുറെ കൂടി സഹാനുഭൂതിയോടെ കേന്ദ്ര സർക്കാർ പെരുമാറേണ്ടതായിരുന്നു. പകരം ചെയ്തതോ ദുരന്ത മാനേജ്മെന്റ് പ്രാഥമികമായി സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന കൈകഴുകൽ. രാഷ്ട്രീയമല്ലാതെ മറ്റൊരു കാരണവുമില്ല ഈ ഒഴിഞ്ഞുമാറലിന്. വയനാട് കേരളത്തിലായിപ്പോയി. അതുകൊണ്ട് മരണസംഖ്യയുടെ വലിപ്പമോ ദുരന്തത്തിന്റെ തീവ്രതയോ കണ്ട് കേന്ദ്രത്തിന്റെ കരളലിയില്ല. ക്രൂരമായ വിവേചനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഞങ്ങളും രേഖപ്പെടുത്തുന്നു.